ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ ശ്രീ തോമസ്, അതോടൊപ്പം ഈ സംഘടനയുടെ മുഴുവൻ പ്രവർത്തകരും കുടുംബാംഗങ്ങളുമായ എല്ലാ പ്രിയപ്പെട്ടവരും, അതോടൊപ്പം എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ കാരണക്കാരനായ എൻ്റെ പ്രിയ സുഹൃത്ത് മനോജ്, പിന്നെ ഞാൻ എപ്പോഴും കുറേ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കിടയിലെ ഇപ്പോഴത്തെ താരമായ നമ്മുടെ പ്രിയപ്പെട്ട ചെറുവയൽ രാമേട്ടൻ, എല്ലാവർക്കും ഏറ്റവും നന്മ നിറഞ്ഞ പ്രണാമം. തീർച്ചയായും ഇത്തരമൊരു കൂടിച്ചേരൽ വളരെ അർത്ഥവത്താണ്. യുണൈറ്റഡ് ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ 3 വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മലയാളികൾ കാർഷിക മേഖലയിൽ കേരളത്തിൻ്റെ അതിർത്തികൾ കടന്നുപോയി കർണാടകയിലും ഷിമോഗയിലും ഗുജറാത്തിലും ഛത്തീസ്ഗഡിലുമടക്കം യുപിയിലെയും മറ്റും അനേക കൃഷിയിടങ്ങളിൽ കാർഷിക മേഖലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുടിയേറിയ കർഷകർ, നേരത്തെ വയനാട്ടിലേക്ക് കുടിയേറി വന്ന കർഷകരാണ് ഇവിടുത്തെ പല കാർഷിക മേഖലകളെയും നിയന്ത്രിക്കുന്നത്. തെക്കൻ മേഖലകളിൽ നിന്ന് കുടിയേറി വന്നവരാണ്. ഇപ്പോൾ വയനാട്ടിലെ സ്ഥലം നമുക്ക് പൂർണ്ണമായിട്ടും മതിയാകുന്നില്ല. നമ്മൾ മറ്റു മേഖലകളിലേക്ക് കുടിയേറുന്നു. കർഷകർ അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ രാമേട്ടൻ വളരെ അർത്ഥഗർഭമായിട്ട് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവണ്ടേ എന്നാണ് ചോദിച്ചത്, അല്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞങ്ങളോടൊക്കെയാണ്. എഴുത്തുകാരും കവികളൊക്കെ പാട്ട് പാടിയതുകൊണ്ടും കവിത എഴുതിയതുകൊണ്ടും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഹാർഡ് ഡിസ്കും കമ്പ്യൂട്ടർ ചിപ്പും തിന്ന് ഒരാളും ഒരിടത്തും ജീവിക്കുന്നില്ല. എത്ര വലിയ സാങ്കേതിക പുരോഗതി ഉണ്ടായാലും, എത്ര വലിയ ശാസ്ത്ര പുരോഗതി ഉണ്ടായാലും, നാം എന്തൊക്കെ പുതുതായി കണ്ടുപിടിച്ചാലും എവിടെയെങ്കിലും ഏതെങ്കിലും കർഷകൻ കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അർത്ഥപൂർണമായി പറഞ്ഞത് ജയ് കിസാൻ, ഒപ്പം ജയ് ജവാൻ. ഈ നാട് സംരക്ഷിക്കുന്ന ജവാനും നാടിനെ തീറ്റിപ്പോറ്റുന്ന കിസാനും കർഷകനും, ഇത് പഴയ ഒരു മുദ്രാവാക്യമാണ്, അത് ഇന്നും പ്രസക്തമാണ്. കർഷകർ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നു. വിശേഷിച്ചും പുറത്തുപോയി പാട്ടകൃഷി ചെയ്യുന്ന കർഷകർ, അവിടുത്തെ മുതലാളിമാരുമായിട്ടുണ്ടാവുന്ന സംഘർഷങ്ങൾ, ദൂരയാത്രകൾ, യാത്രകൾക്കിടയിലുണ്ടാവുന്ന അപകടങ്ങൾ, ചിലപ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് വിളവ് വേണ്ട വിധം വിളഞ്ഞു കിട്ടാതെ വരുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ, വിളവ് നഷ്ടപ്പെടുന്നതിൻ്റെ ദുഃഖങ്ങൾ, അതിനൊക്കെ പരിഹാരമുണ്ടാക്കാനാണ് ഈ അസംഘടിത മേഖലയിലെ ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൈത്താങ്ങ് പോലുള്ള പദ്ധതികൾ, അല്ലേ? ഒരു കൈത്താങ്ങ്, കൃഷിക്കാരന് വിള നശിച്ചാൽ, കാർഷികമായ ലാഭം ഉണ്ടാകാതെ പോയാൽ അയാളെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ ഒരു കൈത്താങ്ങ് കൊടുക്കാൻ ഈ സംഘടനയ്ക്ക് സാധിക്കും. ഒപ്പം ആർദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റും UFPA കൂടെ നടക്കുന്നു. അത് പരസ്പരം സഹായിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുമാണ്. ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഇതൊക്കെ കൂടി UFPA ഒരു മാതൃകാ പ്രവർത്തനമാണ് 3 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെ തുടർ ഭാഗമാണ് UFP കമ്പനി. പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് മാറുന്നു. നിങ്ങൾ വളമുണ്ടാക്കുന്നു, നിങ്ങളുടെ തന്നെ ഇഞ്ചിയും വാഴയും കൃഷി ചെയ്യുന്ന പയറും പാവലും ഒക്കെ കൃഷി ചെയ്യുന്ന ആളുകളുടെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഇതൊക്കെ ചേർന്ന് കാർഷിക വ്യവസായ മേഖലയിലേക്ക് കൂടി UFP കമ്പനി പ്രവേശിക്കുകയാണ്. ഇത്രയും ഞാൻ UFPയെക്കുറിച്ചും UFP കമ്പനിയെക്കുറിച്ചും മനസ്സിലാക്കിയതാണ്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണമല്ലോ. അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് എൻ്റെ മേഖല അല്ലെങ്കിലും മഹത്തായ ഒരു സംസ്കാര മേഖലയാണ് കർഷകരുടെ മേഖല. അഗ്രികൾച്ചറിൽ നിന്നാണ് കൾച്ചർ ഉണ്ടായത്. അതാണ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു കവി എന്ന നിലയിൽ, ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ തീർച്ചയായും അഭിമാനപൂർവ്വം പറയാനുള്ളത്, നമ്മുടെ സംസ്കാരം കർഷകനോട് കടപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ കർഷകനാണ് നമുക്ക് സംസ്കാരം ഉണ്ടാക്കി തന്നത്. കർഷകൻ്റെ സംസ്കാരമാണ് ഞങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ കവിതയും സാഹിത്യമൊക്കെ എഴുതുന്നത് കാർഷിക മേഖലയിൽ നിന്നുണ്ടായതാണ്. ഓരോ അനുഭവവും കാർഷിക മേഖലയായിട്ട് വികസിപ്പിച്ചതാണ്. കർഷകന് ഒരു ഗുണമുള്ളത്, കർഷകന് ജാതിയും മതവും വർണ്ണവും വർഗവും ലിംഗഭേദവുമില്ല. ഉണ്ടോ? മുസ്ലിം കർഷകൻ, ക്രിസ്ത്യാനി കർഷകൻ,
ഹിന്ദു കർഷകൻ, നായർ കർഷകൻ, ഈഴവ കർഷകൻ, ആൺ കർഷകൻ, പെൺ കർഷകൻ എന്നിങ്ങനെ കർഷകനെ നമ്മൾ വേർതിരിക്കാറില്ല. കൃഷി ജാതി മത വർണ്ണവർഗാതീതമായൊരു പ്രവൃത്തിയാണ്. പാടത്ത് പണിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ വയലിൽ കൃഷിനിലത്ത് ഇഞ്ചി കൃഷിനിലത്ത് പണിയെടുക്കുമ്പോൾ, വാഴക്കൃഷി നിലത്ത് പണിയെടുക്കുമ്പോൾ, കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ കൃഷി ചെയ്യുന്നത് ഏത് മതക്കാരനാണെന്ന് കർഷകൻ ആലോചിച്ചിട്ടില്ല. വിശേഷം പാടത്ത് നെൽവയലിൽ ഒരാളുടെ പാടം കണ്ടം ഇവിടെയാണെങ്കിൽ മറ്റൊരാളുടെ കണ്ടം മുകളിലാണ്. ജോസഫേട്ടൻ്റെ കണ്ടത്തിൽ നിന്ന് അബ്രഹ്മാൻ്റെ കണ്ടത്തിലേക്ക് വെള്ളം തിരിച്ചു വിട്ടില്ലെങ്കിൽ കൃഷി നടക്കുകയില്ല. അങ്ങനെ പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് ഇടശ്ശേരി എഴുതിയ ഒരു പ്രധാനപ്പെട്ട നാടകത്തിൻ്റെ പേര് കൂട്ടുകൃഷി എന്നാണ്. നിങ്ങൾ ആ നാടകം കണ്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൂട്ടുകൃഷി പണ്ട് നെൽകൃഷി രംഗത്തുണ്ടായ ഒരു പുതിയ കാൽവെപ്പായിരുന്നു. അതായത് ഇടവരമ്പുകളൊക്കെ കൊത്തിമാറ്റി കൃഷിയിടത്തെ വിശാലമാക്കിയാൽ എല്ലാവരും ചേർന്ന് ഒറ്റ കൃഷി നിലമുണ്ടാക്കി അവിടെ കൃഷി ചെയ്താൽ വിളവ് വർദ്ധിക്കും. അത് പഴയൊരു കണ്ടുപിടുത്തമായിരുന്നു. അതിനുവേണ്ടി വലിയ പ്രചരണങ്ങളൊക്കെ കാലത്ത് കാർഷിക മേഖലയിലുണ്ടായി. അങ്ങനെ കൂട്ടുകൃഷി ചെയ്യാൻ വേണ്ടി ശ്രീധരൻ നായരും അബൂബക്കറും കൂടി അവരുടെ വരമ്പുകളൊക്കെ കൊത്തിമാറ്റി അബൂബക്കറും ശ്രീധരൻ നായരും ഒരുമിച്ച് കൃഷി ചെയ്തപ്പോൾ നല്ല വിളവുണ്ടായി. ആ നാടകത്തിൻ്റെ ഒരു പരിസമാപ്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കൃഷിക്കിടയിൽ ശ്രീധരൻ നായരുടെ അനുജൻ അബൂബക്കറുടെ മകൾ ആയിഷയുടെ ഹൃദയത്തിൽ കൂടി ഇത്തിരി വിത്തെറിഞ്ഞു. അത് പ്രണയത്തിൻ്റെ വിത്തായിരുന്നു. നല്ല വിളവുണ്ടായി, നെല്ലിങ്ങനെ കുമിഞ്ഞുകൂടി നിൽക്കുകയാണ്. ഇപ്പം ശ്രീധരൻ നായരും അബൂബക്കറും അത് കണ്ട് ആഹ്ലാദിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയിൽ അവസാനം അബൂബക്കർ പറയുന്നൊരു വാചകമുണ്ട്, പടച്ച തമ്പുരാനെ, ഇനിയിപ്പോൾ ഇതിനെന്താ ഒരു ബജ്ജി. ഇതിനെന്താന്ന് ചോദിച്ചാൽ ആയിഷയുടെയും സുകുമാരൻ്റെയും കൃഷി കൂടി നല്ല വിളവുണ്ടാക്കാൻ ഇനി എന്ത് ചെയ്യണം? അത് അന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്. ഇന്ന് അതങ്ങനെ പറഞ്ഞാൽ ആളുകൾ സമ്മതിക്കില്ല. ഇന്ന് ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞു കളയും. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് ആയിഷയും സുകുമാരനും തമ്മിൽ യോജിക്കേണ്ടത് എങ്ങനെയാണ്, പല മതങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ച് ഒരു പുതിയ മനുഷ്യ സമൂഹം ഉണ്ടാവേണ്ടത് എങ്ങനെയാണ്, അങ്ങനെയായിരുന്നു നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ മനുഷ്യരായിരുന്ന കാലം, കർഷകരൊക്കെ ജാതിമത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ നിലങ്ങളിൽ കൃഷിയിടങ്ങളിൽ ഒരുമിച്ച് പണിയെടുത്ത കാലം. ഇന്ന് നമ്മൾ ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മെ കണ്ടാലറിയാതായി ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപുരകളായി മാറുന്ന കാലത്ത് UFPA പോലുള്ള യുണൈറ്റഡ് ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ ഒരു സാംസ്കാരിക ദൗത്യം കൂടി നിർവഹിക്കുകയാണ്. അത് ജാതിമതാതീതമായി കർഷകരെ വീണ്ടും ഒറ്റച്ചരടിൽ കോർക്കാനുള്ള ഒരു മഹത്തായ മതേതര മുന്നേറ്റം കൂടി ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഇപ്പം പല നിലയ്ക്ക് ഇത് കൃഷിക്ക് വിളവ് വർദ്ധിപ്പിക്കാനും ലാഭമുണ്ടാക്കാനും മാത്രമല്ല, ഈച്ച് ഫോർ ആൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അതാരുടെ വാചകമാണെന്ന് ഞാൻ പറയുന്നില്ല. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി. UFPAയിലെ ഓരോ അംഗവും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കും, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ക്ഷേമം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും. ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മലയാളി കർഷകർ, അത് വയനാട്ടുകാർ മാത്രമല്ല, കൊല്ലത്തും കോട്ടയത്തും ഒക്കെ ഉള്ള ആളുകൾ പുറത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ഈ സംഘടനയിൽ അംഗമാക്കിയിട്ടുണ്ട്. ഈ സംഘടന ഇനിയും വിപുലപ്പെടും. കാരണം ഇനിയും വിപുലപ്പെടാൻ സാധ്യതയുള്ള ഒരൊറ്റ പ്രസ്ഥാനം കർഷക പ്രസ്ഥാനമാണ്. കേരളത്തിലെ എല്ലാ മുന്നേറ്റങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചത് കർഷകരാണ്. കേരളത്തിൽ നവോത്ഥാനത്തിന് ശേഷമുണ്ടായ പ്രധാനപ്പെട്ട സമരങ്ങളൊക്കെ കാർഷിക സമരങ്ങളായിരുന്നു. ഇവിടെ ഉത്തര മലബാറിൽ കാവുമ്പായിലും കരിവള്ളൂരിലും മുനയൻ കുന്നിലും ധാരാളം കയ്യൂരിലും ഒക്കെ നടന്ന സമരങ്ങൾ കർഷക സമരങ്ങളാണ്. കല്യാശ്ശേരി വല്യശ്മാനെ പോലെയുള്ള വലിയ ഭൂവുടമകൾ, ജന്മികൾ പിടിച്ചുവെച്ച ഭൂമി, അവരുടെ കൊടിയ ചൂഷണം, അതിനെതിരെ ചെറിയ കർഷകർ നടത്തിയ ബലവത്തായ സമരങ്ങളാണ് കേരളത്തെ മാറ്റിയത്. നമുക്ക് ഇന്നറിയാം, ഇന്ത്യയിൽ തന്നെ നടന്ന സുപ്രധാനമായ ഒരു സമരം കർഷകരുടെ സമരമാണ്. കോർപ്പറേറ്റ് മൂലധന ശക്തികൾ ഇന്ത്യയിലെ മൊത്തം കർഷകരുടെ ജീവിതത്തിന്മേൽ കടിഞ്ഞാണിടുന്ന വിധത്തിലുള്ള 2 കർഷക നിയമങ്ങൾ, പുതിയ കർഷക നിയമങ്ങൾ, കർഷകർക്ക് എതിരായ രീതിയിലുള്ള കർഷക നിയമങ്ങൾ പാസാക്കാൻ വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഉണ്ടാക്കി വെച്ചപ്പോഴാണ് കോവിഡ് കാലത്ത് കൊടിയ ദുരിതത്തിൽ കർഷകർ ഡൽഹിയിൽ കൊടും ശൈത്യത്തിൽ പട്ടിണി കിടന്ന് മരവിച്ച് വർഷക്കണക്കിന് സമരം ചെയ്തത്.
ലോക ചരിത്രത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ് ഡൽഹിയിലെ കർഷക സമരം. ഞാനതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. ഏതായിരുന്നാലും കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടേ നമുക്ക് ക്ഷേമമുണ്ടാക്കാൻ പറ്റും. ഇത് മഹാത്മാഗാന്ധി തിരിച്ചറിയുന്നൊരു കാര്യമാണ്. ഇന്ത്യയിൽ വന്ന അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വമേറ്റെടുത്ത് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കാൽവെച്ച കാലത്ത് അദ്ദേഹം നടത്തിയ ആദ്യകാല പല സമരങ്ങളും പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം വിജയിക്കുന്നത് നീലം കർഷകരുടെ സമരത്തോടു കൂടിയാണ്. നീലം കർഷകരുടെ സമരത്തിൽ ഗാന്ധിജി ഇടപെട്ടിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിനൊരു പുതിയ അധ്യായം ഉണ്ടാക്കുന്നത്. ഇപ്പം കർഷകരുടെ സമരങ്ങൾ, കർഷകരുടെ സഹനങ്ങൾ, കർഷകരുടെ സംസ്കൃതി, അതൊക്കെയാണ് നമ്മുടെ മണ്ണിനെ എന്നും മുന്നോട്ട് കുതിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, അഗ്രികൾച്ചറിൽ നിന്നുണ്ടായ കൾച്ചർ, നമ്മുടെ പാട്ടുകൾ, കൃഷിപ്പാട്ടുകൾ, എത്രയോ കൃഷിപ്പാട്ടുകളുണ്ട്. നിങ്ങളെപ്പോഴും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഒരു കവി എന്ന നിലയിൽ ഞാൻ പലപ്പോഴും ഈ കൃഷിപ്പാട്ടുകളാണ് നമ്മുടെ വായ്ത്താരികൾ. കൊയ്യുമ്പോഴുള്ള പാട്ട്, മെതിക്കുമ്പോഴുള്ള പാട്ട്, വിളവ്, ഞാറ് നടുമ്പോൾ, എൻ്റെ പ്രദേശത്തൊക്കെ ഞാറ് നടുമ്പോൾ സ്ത്രീകൾ പാട്ട് പാടും. ഈ തച്ചോളി ഓതേനൻ പൊന്നിയം പടക്കി പോയ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേട്ടത് എൻ്റെ നാട്ടിലെ കോച്ചിയെടുത്തിയും ചെർച്ചിയെടുത്തിയും കമലയെടുത്തിയും കുറുമ്പെടുത്തിയും ഒക്കെ പോലുള്ള കർഷക തൊഴിലാളി പെണ്ണുങ്ങൾ കുനിഞ്ഞു നിന്ന്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു കുണ്ടൻ കുടയുടെ ചുവട്ടിൽ അവരങ്ങനെ കുനിഞ്ഞു നിന്ന് ഞാറ് നടും. ഞാറ് നടുമ്പോൾ ഒരു പാട്ട് പാടുന്നത് തച്ചോളി ഓതേനൻ പൊന്നിയം പടക്കി പോയ വടക്കം പാട്ടാണ്. തച്ചോളിയല്ലോ മാന കുഞ്ഞോതേനൻ ആചാരത്തോടെ അടക്കത്തോടെ ചിത്തിര തൂണു മൊളിഞ്ഞു നിന്ന് മോതിര കയ്യോടെ വായും പൊത്തി ഏട്ടനോടല്ലേ പറയുന്നു, ഇങ്ങനെ പാടുന്നു കേൾക്കാം. അപ്പം അവർ പാടുമ്പോൾ ഇത് താളത്തിലല്ല പാടുന്നത്. തച്ചോളിയല്ലോ മേന കുഞ്ഞോതേനൻ ആചാരത്തോടെ അടക്കത്തോടെ, നടുക്കിൽ ഒരു താളം, നടുക്കിലൊരു ഞെട്ടൽ പോലൊരു താളമാണ്. ഞാൻ ഈ പാട്ട് കേട്ടിട്ടുള്ളതൊക്കെ നല്ല താളത്തിലാണ്. തച്ചോളിയല്ലോ മേന കുഞ്ഞോതേനൻ കൃത്യമായ താളത്തിലാണ്. ബാബുരാജ് സിനിമയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയപ്പോഴും അതെ, തച്ചോളിയല്ലോ മന കുഞ്ഞുതേനൻ ആചാരത്തോടെ അടക്കത്തോടെ, കൃത്യതാളത്തിലാണ്. പക്ഷെ എൻ്റെ നാട്ടിലെ കോച്ചിയെടുത്തിയും ഓമലെടുത്തിയും ചെറുച്ചിയെടുത്തിയും കമലെടുത്തിയും ഒക്കെ പാടുമ്പോൾ തച്ചോളിയല്ലോ മേന കുഞ്ഞുതേനൻ ആചാരത്തോടെ അടക്കത്തോടെ, അങ്ങനെയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് വെറുതെ നിരീക്ഷിച്ചപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം, അവർ ഞാറ് നടുമ്പോഴാണ് പാട്ട് പാടുന്നത്. ഒരു മുടി ഞാറെടുത്ത് അതിൽ നിന്നൊരു നുരി ഇങ്ങോട്ടെടുത്ത് തച്ചോളിയല്ലോ മേന കുഞ്ഞോതേനൻ ആചാരത്തോടെ അടക്കത്തോടെ ചിത്തിരത്തൂണി അമർത്തുന്ന സ്ഥലത്താണ് അതിൻ്റെ താളം. ഞാറ് മണ്ണിൽ അമർത്തുമ്പോൾ അവിടെയാണ് അതിൻ്റെ താളം ഉണ്ടാകുന്നത്. അവർ താളം പഠിച്ചിട്ടോ സംഗീതം പഠിച്ചിട്ടോ അല്ല പാട്ട് പാടുന്നത്, അവരുടെ കൃഷിയുടെ ഭാഗമായ പാട്ടാണ്. ആ പാട്ടിൽ നിന്നാണ് കാർഷിക പാട്ടുകൾ, കാർഷിക അനുബന്ധ പാട്ടുകൾ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ജോലികളാണ് പശു വളർത്തൽ, ആട് വളർത്തൽ, പനമ്പ് നെയ്യൽ, പലവിധ ജോലികളുണ്ട്. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ സ്രോതസ്സുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു 35 വർഷം മുമ്പ് എൻ്റെ ആദ്യത്തെ പുസ്തകം നിളയുടെ തീരങ്ങളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രദേശത്തിനടുത്ത് തൃത്താലയിൽ ചൊല്ലുമ്പോൾ അവിടെ ഈ പനമ്പ് നെയ്യുന്ന സ്ത്രീകൾ പാടുന്ന പാട്ടായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ പാക്കനാർ പാട്ട് കേട്ടത്. ഇപ്പോൾ കലാഭവൻ മണിയും കുട്ടപ്പേട്ടനും ഒക്കെ പാടിയ ആ പാട്ട് നിങ്ങൾ വളരെ ഹൃദിസ്ഥമാക്കിയിട്ടുണ്ടാവും. ആ പാട്ടിന് കാർഷിക ജീവിതത്തിൻ്റെ താളമാണ്, എഗ്രികൾച്ചറിൻ്റെ കൾച്ചറാണ്. ആ പാട്ടൊരു പക്ഷേ നിങ്ങൾക്കറിയാം. തെന്താനേ താന തന്ന തെന്താനം താന, തെന്താനേ താന തന്ന തെന്താനം താന, രയ്യരയ്യം തകരയ്യരയ്യം തകരയ്യരേ രയ്യരേ രയ്യരയ്യം, ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ, ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ, ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ, ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ, ചെന്നിരിക്കാൻ മണ്ണുമില്ല പറന്നു പറ്റാൻ മരങ്ങളില്ല, ഭൂമിയമ്മേ ഭൂമിയമ്മേ നല്ല വാതിലു തുറക്ക വേണം, ആദിയോളം നൂലു ചെന്നയ്യപ്പൻ താണുരുണ്ടയ്യപ്പൻ നൂലു കണ്ടേ, ആദിയോളം നൂലു ചെന്നയ്യപ്പൻ താണുരുണ്ടയ്യപ്പൻ നൂല് കണ്ടേ, തെക്കന്നം കാറ്റടിച്ചേ ഒരു തെങ്കാറ്റടിച്ചേ, വടക്കന്നം കാറ്റടിച്ചേ ഒന്നു വീശിയടിച്ചേ, പാതിമൊട്ട വിണ്ടു പൊട്ടി മേലു ലോകം പൂകിയല്ലോ, പാതിമൊട്ട വിണ്ടു പൊട്ടി കീഴു ലോകം പൂകിയല്ലോ,
രയ്യരയ്യം തക രയ്യരയ്യം തക രയ്യരേ രയ്യരേ രയ്യരയ്യം തെന്താനേ താനാ തന്ന തെന്താനം താനാ തെന്താനേ താനാ തന്ന തെന്താനം താനാ. ഈ പാട്ട് പാടിയപ്പോൾ നിങ്ങൾ അറിയാതെ ഒരുമിച്ചില്ലേ? പ്രസംഗിച്ചപ്പോൾ ഒരുമിച്ചില്ലല്ലോ. അതാണ് ഈ പ്രസംഗത്തിന് ആളുകളെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. പക്ഷേ പണിയെടുക്കുമ്പോൾ പാടുന്ന പാട്ടിന് അറിയാതെ കാർഷിക ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും ഈ ഈണങ്ങളാണ്. കേരളത്തിലെ മുഴുവൻ പാട്ടുകളും ഉണ്ടായത് ഇപ്പം തെന്താനേ താന എന്ന് പറയുന്ന ഈണം പോലെ വേറെയും പാട്ടുകളുണ്ട്. നമ്മൾ കൊയ്യുമ്പോൾ പാടുന്നത് അങ്ങനെയല്ല. തെയ്യത്തിനന്തോം താര തിന്തക തെയ്യത്തിനന്തോം താര തെയ്യത്തിനന്തോം താര തെയ്യത്തിനന്തോം താര തിന്തക തെയ്യത്തിനന്തോം താര തെയ്യത്തിനന്തോം താര. അത് വേറെ വൈത്താരിയാണ് അല്ലേ? ഈ വൈത്താരിയും ഈ മറ്റേ വൈത്താരിയും തമ്മിൽ തൊഴിലെടുക്കുന്നതിൻ്റെ വ്യത്യാസമുണ്ട്. മറ്റൊരു വൈത്താരി അത്തിനന്തം തെയ് തെയ് തിനന്താരേ തെയ് തെയ് അത്തിനന്തം തെയ് തെയ് തിനന്താരേ തെയ് അങ്ങ് വടക്കു പക്കം തെയ് ഞാനൊരു പെണ്ണ് കണ്ടേ തെയ് തെയ് അത്തിനന്തം തെയ് തെയ് തിനന്താരേ തെയ് പെണ്ണിന്റെ മോറു കണ്ടാൽ തെയ് ചെമ്പകപ്പൂവ് പോലെ തെയ് തെയ് അത്തിനന്തം തെയ് തെയ് തിനന്താരേ തെയ് അങ്ങ് വടക്കു പക്കം വാളിളക്കൊരിവളാരിവളോ തെയ് തെയ് ആണിളക്കും പെണ്ണാളിവരാളിളക്കും പെണ്ണ്. ഇത് മറ്റൊരു കാർഷിക പാട്ടാണ്. ഇങ്ങനെ എത്രയോ കാർഷിക പാട്ടുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതൊക്കെ ഒന്ന് ശേഖരിച്ചാൽ ഒരുപക്ഷെ UFPക്ക് ചെയ്യാവുന്ന ഒരു സാംസ്കാരിക സേവനം നമ്മുടെ നാട്ടിൽ പല പ്രദേശങ്ങളിൽ പലതരം കർഷകർ, ഇഞ്ചി കർഷകർ പാടുന്ന പാട്ടല്ല കുരുമുളക് കൃഷിക്കാർ പാടുന്നത്, കുരുമുളക് കൃഷിക്കാർ പാടുന്ന പാട്ടല്ല നെൽകൃഷിക്കാർ പാടുന്നത്, നെൽകൃഷിക്കാർ പാടുന്ന പാട്ടല്ല വാഴ കൃഷിക്കാർ പാടുന്നത്. എൻ്റെ പ്രദേശത്ത് പുഞ്ചയ്ക്ക് തേവുന്ന ആളുകൾ ഈ ചക്രം ചവിട്ടിയിട്ടാണെന്ന് അന്ന് തേവുക. അന്ന് എഞ്ചിനൊന്നുമില്ല, വലിയ ഇലകളുള്ള ചക്രം ചവിട്ടി കുറേശ്ശെയായിട്ട് വെള്ളം ഇങ്ങനെ കണ്ടത്തിലേക്ക് തിരിച്ചു വിടണം. ചക്രം ചവിട്ടി തേവിയിട്ടുണ്ടോ? പഴയ ആളുകൾക്കറിയാം. പുഞ്ചക്കോളിൽ ഇപ്പം ചക്രം ചവിട്ടുമ്പോൾ പാടിയിരുന്ന ഒരു പാട്ടിലെ 2 വരി എനിക്കറിയാം. അതൊരു അത്ഭുതകരമായ പാട്ടാണ്. 2 വരിയുള്ളൂ. പുഞ്ചപ്പാടം തേക്കി നനക്കാൻ പാടെന്താണ് പക്കെ പുഞ്ചിരി കൊണ്ടൊരു കൽബ് നനക്കാൻ സെക്കൻഡാണ്. 2 വരിയാണ്. പുഞ്ചപ്പാടം തേക്കി നനക്കാൻ പാടെന്താണ്, പക്ഷേ പുഞ്ചിരി കൊണ്ടൊരു കൽബ് നനക്കാൻ സെക്കൻഡാണ്. 2 വരിയുള്ള ആ പാട്ടിൽ പുഞ്ചപ്പാടം എന്ന നല്ല മലയാള വാക്കുണ്ട്, പുഞ്ചിരി എന്ന സംസ്കൃത വാക്കുണ്ട്, കൽബ് എന്ന അറബി വാക്കുണ്ട്, സെക്കൻഡ് എന്ന ഇംഗ്ലീഷ് വാക്കുമുണ്ട്. 2 വരി പാട്ടിൽ 4 ഭാഷയുണ്ട്. പക്ഷെ അതിൽ കർഷകൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ഒരു പുഞ്ചിരി കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയം നിങ്ങൾക്ക് നിറയ്ക്കാൻ സാധിക്കും, നനയ്ക്കാൻ സാധിക്കും. ഒരു കൈത്താങ്ങ് കൊണ്ട് നമുക്ക് കൂട്ടിപ്പിടിച്ച് നിൽക്കാൻ സാധിക്കും. ഇത് കർഷകൻ പണിയെടുത്ത് പൊറുക്കുന്ന നിലങ്ങളിൽ നിന്നും പണിയിടങ്ങളിൽ നിന്നും കണ്ടുപിടിച്ചതാണ്. അവൻ ജീവിതത്തിൽ നിന്ന് കണ്ടുപിടിച്ച പാട്ടുകളാണ് ഇതൊക്കെ. എൻ്റെ പ്രദേശത്ത് കേട്ട മറ്റൊരു പാട്ട്, അല്ല പടച്ചൊരു ഭൂമി ഇതിന്നൊരു കൂട്ടര് കുത്തകയാക്കി നിർത്തി അതിനുടയതിരും നിലയുമെതുവരെ കണ്ടിടുകാതെ ജന്മി അകലയിരുന്നിട്ടതിൽ വിളയുന്നത് തിന്നുകയാണേ റബ്ബേ തിന്നുകയാണേ. ഇത് കേട്ടാലൊരു മാപ്പിളപ്പാട്ടാണ്. പക്ഷേ അല്ല പടച്ചൊരു ഭൂമി ഒരു കൂട്ടര് കുത്തകയാക്കി വെച്ച് അതിൻ്റെ അതിർത്തിയും നിലയും അറിയാതെ ജന്മി അകലെ ഇരുന്നിട്ട് അതിൽ വിളയുന്നത് തിന്നുകയാണ്. ഇന്നും പ്രസക്തമായ ആഗോളീകരണ കാലത്ത് തെങ്കാശിയിൽ ഈ പുതിയ അന്തകവിത്ത് കൊണ്ട് കൃഷി ചെയ്ത ആളുകളുടെ ഒരു ദുരന്തം എന്നോടൊരു പത്രപ്രവർത്തക സുഹൃത്ത് പറഞ്ഞു. ഇത് പുറത്ത് പറയാൻ പറ്റുന്നില്ല. കമ്പനികൾ കൊടുത്ത അന്തകവിത്ത് കൊണ്ട് കൃഷി ചെയ്ത് ആദ്യത്തെ 2 വിളവുകളിൽ നല്ല വിളവുണ്ടായി. ഹൈബ്രിഡ് അന്തകവിത്തുകളാണ്. 3ാമത്തെ വിളവിന് വിത്ത് ചോദിച്ചപ്പോൾ കമ്പനി വലിയ വില പറഞ്ഞു വിത്തിന്. അതുവരെ സൗജന്യമായിട്ട് കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് പരമ്പരാഗതമായ വിത്ത് തന്നെ മതി, ഞങ്ങളുടെ വിത്ത് വേണ്ട എന്ന് പറഞ്ഞ് കമ്പനിയോട് കലഹിച്ച് പരമ്പരാഗതമായ വിത്ത് വിതച്ചപ്പോൾ ആ വിത്ത് മുളയ്ക്കുന്നില്ല. ഒരിക്കൽ അന്തക വിത്ത് കൃഷി ചെയ്ത മണ്ണിൽ പരമ്പരാഗത വിത്ത് മുളയ്ക്കുന്നില്ല. ചെറുവയൽ രാമേട്ടൻ പറഞ്ഞു, ഞാൻ പാരമ്പര്യ വിത്ത് കൊണ്ട് കൃഷി ചെയ്യുന്ന ആളാണ്, പാരമ്പര്യ രീതിയിൽ കൃഷി ചെയ്യുന്ന ആളാണ്,
നിങ്ങൾക്ക് വന്നാൽ രാമേട്ടൻ്റെ അവിടെ ചെന്നാൽ പലതരം നാട്ടുവിത്തുകൾ കാണാം. ഒരുപക്ഷെ ഇപ്പം അടുത്തു മരിച്ചുപോയ പി വത്സല നെല്ല് എന്ന നോവലിൽ എഴുതിയത് തൃശ്ശിലേരി തിരുനെല്ലി മേഖലകളിലെ ആദിവാസികൾ ഇവിടുത്തെ പാരമ്പര്യ കൃഷിരീതികൾ അവലംബിച്ച് നടത്തിയിരുന്ന കൃഷിയെക്കുറിച്ചാണ്. ആ കൃഷി കൈയൊഴിഞ്ഞു പോകുമ്പോൾ ആദിവാസികൾ അനുഭവിക്കുന്ന അനാഥത്വത്തെക്കുറിച്ച് ആദ്യം എഴുതിയതൊരു എഴുത്തുകാരിയാണ് എന്നുള്ളതാണ് എന്നെ മനോജ് വിളിച്ചത്. അതുകൊണ്ടായിരിക്കും എഴുത്തുകാർക്ക് ഇതിൽ ഇടപെടാനുള്ള അവകാശം. ഈ കാർഷിക മേഖലയിൽ നിന്ന് കർഷകർ കൂട്ടത്തോടെ അന്യവൽക്കരിക്കപ്പെടുമ്പോൾ മണ്ണിൻ്റെ പരമ്പരാഗത വിത്തുകൾ ഇല്ലാതായി കമ്പനികൾ പുറത്തിറക്കുന്ന ഹൈബ്രിഡ് അന്തക വിത്തുകൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ മണ്ണ് വന്ധ്യമായി തീരുകയാണ്. നേരത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് രാമേട്ടൻ പറഞ്ഞു. അത്യുഷ്ണം വരുന്നു, ചിലപ്പോൾ അതിവൃഷ്ടി ഉണ്ടാകുന്നു, മേഘസ്ഫോടം കൊണ്ട് പെട്ടെന്ന് മഴ പെയ്ത് ക്ഷണനേരം കൊണ്ട് പ്രളയമുണ്ടാകുന്നു, മണ്ണ് കുത്തിയൊലിച്ചു പോകുന്നു. ചിലപ്പോൾ അതിവൃഷ്ടി കൊണ്ട് വിളവൊക്കെ നശിച്ചു പോകുന്നു, ചിലപ്പോൾ അനാവൃഷ്ടി കൊണ്ട് കരിഞ്ഞു പോകുന്നു. കർഷകന് പ്രവചിക്കാൻ കഴിയാത്ത ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനും കാർഷിക മേഖലയിൽ തനത് കൃഷി സമ്പ്രദായങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ ഒരുപക്ഷെ ഭാവിയിൽ കേരളം കടലെടുത്തു പോകാതെ നിലനിൽക്കാൻ 2050 കേരളത്തെക്കുറിച്ച് ഒരു പ്രവചനശേഷിയുള്ള AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി പുറത്തുവിട്ട ഒരു ചിത്രം 2050 കേരളത്തിൽ ആലപ്പുഴ ജില്ലയില്ല, എറണാകുളം ജില്ലയില്ല, തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളും ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഭാഗങ്ങളൊക്കെ പോയ ഒരു കേരളമായിരിക്കും. ഒന്നുകിൽ അനാവൃഷ്ടി കൊണ്ട്, അല്ലെങ്കിൽ അതിവൃഷ്ടി കൊണ്ട്, പ്രളയം കൊണ്ട് അങ്ങനെ നശിച്ചു പോകുന്ന ഒരു കേരളത്തെക്കുറിച്ചുള്ള ഭീഷണമായ മുന്നറിയിപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് കൃഷി സാധ്യമല്ലാതായിട്ടുണ്ട്. പണ്ടൊക്കെ എൻ്റെ നാട്ടിലെ കർഷകർ വെറുതെ പാടത്ത് നിന്ന് നിലത്തൊന്ന് ചവിട്ടിയിട്ട് നിലം നല്ലോണം പഴുത്തിട്ടുണ്ട്, നാളെ മഴ ഉറപ്പാ എന്ന് പറഞ്ഞാൽ ഒരു കാലാവസ്ഥാ പ്രവചനം വേണ്ട, പിറ്റേ ദിവസം മഴ പെയ്തിരിക്കും. ഓരോ വർഷത്തെയും മഴയെക്കുറിച്ച് കർഷകന് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റിയിരുന്നു. ഇങ്ങനെ പലതരം പ്രതിസന്ധികളിലൂടെയാണ് കർഷക സമൂഹം ഇന്ന് കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് കാർഷിക സംസ്കൃതിയെക്കുറിച്ചാണ്. അഗ്രികൾച്ചറിൻ്റെ കൾച്ചറിലാണ് ഈ പറയപ്പെട്ട പാട്ടുകളൊക്കെ ഉണ്ടായത്. നമ്മുടെ നവോത്ഥാനാനന്തര കലാസാഹിത്യ സംസ്കാരം മുഴുവൻ രണ്ടിടങ്ങഴി എന്ന നോവലിലൂടെ തകഴി നെൽകർഷകൻ്റെ, കുട്ടനാട്ടിലെ നെൽകർഷകൻ്റെ ജീവിതമാണ് പറഞ്ഞത്. ആദ്യകാലത്തെ നോവലുകളൊക്കെ കർഷകരെ കുറിച്ചാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ മാണിക്യൻ, പൊൻകുന്നം വർക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പ, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പുത്തൻ കലവും അരിവാളും, ആരേ പോയ പുകിൽക്കീ പാടത്ത് അരിമയോട് ആര്യൻ വിത്തിട്ടു, ആരാണ് വിത്ത് വിതച്ചത്, വിത്ത് വിതച്ചോൻ കാണട്ടെ, വിള കൊയ്ത്തു നടത്തി ജന്മിത്വം, ജന്മി വിത്ത് വിതച്ചവൻ നോക്കി നിൽക്കെ, വിള കൊയ്തതിന് എതിരെ അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ എന്ന് കവിത എഴുതിയത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. വാഴക്കുല, വാഴ കർഷകനായ മലയപ്പുലയൻ തൻ്റെ മാടത്തിൻ്റെ മുറ്റത്ത് മഴ വന്ന നാൾ നട്ട വാഴ കുലച്ച് മൂത്ത് പഴുത്തപ്പോൾ പാവപ്പെട്ട കരുമാടിക്കുട്ടന്മാരും കരുമാടിക്കുട്ടികളുമായ കിടാത്തന്മാർ ആ പഴം പഴുക്കട്ടെ എന്ന് കാത്ത് കാത്ത് താഴത്ത് നോറ്റിരിക്കെ കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ ഒരു വാഴ വേറെ എന്ന് പറഞ്ഞാൽ വാഴ വെട്ടിക്കൊണ്ടുപോകേണ്ടി വന്ന മഹാദുരന്തത്തിൻ്റെ കഥയാണ് വാഴക്കുലയിൽ ചങ്ങമ്പുഴ പറഞ്ഞത്. കവികളുടെ ചുമതലയാണ് ഞാൻ പറഞ്ഞത്. കവികൾ വാഴക്കുല എഴുതിയതിന് ശേഷം പിന്നീട് ഒരു മലയപ്പുലയനും അവൻ്റെ വാഴ തമ്പുരാനെ വെട്ടിക്കാനുള്ള കാലാവസ്ഥ ഉണ്ടായില്ല. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാരെന്ന് ചങ്ങമ്പുഴ ശാപം പോലെ ഉച്ചരിച്ച വാക്കാണ് പിൽക്കാലത്ത് വാഴക്കർഷകന്. ഒരുപക്ഷെ 50കൾക്ക് ശേഷം വാഴക്കർഷകന് നമ്മൾ കൊയ്യുന്ന വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് ONV പാടിയ കാലത്ത് നമ്മുടേതല്ലാത്ത വയലൊക്കെ നമ്മുടേതാക്കി തീർത്തതിൻ്റെ ഒക്കെ മുന്നേറ്റങ്ങൾ കർഷകർ സംഘടിച്ച് മുന്നേറിയതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് നമ്മുടെ പാട്ടുകളൊക്കെ മാറിയത്. ജാതിപ്പാട്ടുകളായിരുന്നു. മാപ്പിളപ്പാട്ട്, പുലയപ്പാട്ട്, ചെറുമപ്പാട്ട്, കുറത്തിപ്പാട്ട്, പുള്ളുവപ്പാട്ട് എന്നിങ്ങനെ പരസ്പരം പാടാൻ പറ്റാത്ത പാട്ടുകളായിരുന്നു. നമ്പൂതിരി മാപ്പിളപ്പാട്ട് പാടിയിരുന്നില്ല, ഒരു ജാതിക്കാരുടെ പാട്ട് മറ്റൊരു ജാതിക്കാർ പാടിയിരുന്നില്ല. അവിടെയാണ് നമ്മുടെ നാടക പ്രസ്ഥാനങ്ങളൊക്കെ എല്ലാവർക്കും പാടാവുന്ന പാട്ടുണ്ടാക്കിയത് കർഷകരുടെ പാട്ടുകൊണ്ടാണ്. തിന്തക്കൻ തെയ്യക്കൻ തെയ്യാരോ തക തെയ്യക്കൻ തിന്തക്കൻ തെയ്യാരോ, തിന്തക്കൻ തെയ്യക്കൻ തെയ്യക്കൻ തിന്തക്കൻ തിന്തക്കൻ തെയ്യക്കൻ തെയ്യാരോ. ഇതൊരു കർഷകരുടെ മെതിപ്പാട്ടാണ്. അതാണ് ചെപ്പ് കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ, മിന്നണതെന്താണയ്യ നല്ല കുന്നിക്കുരുമണി പൊന്മാല. ഈ പാട്ടായി മാറുന്നത് ഈ കർഷക പാട്ടാണ്. ഇങ്ങനെ നോക്കിയാൽ ഞങ്ങൾ കവികൾ, സംഗീതജ്ഞരൊക്കെ ആയ ആളുകൾ കർഷകരിൽ നിന്നാണ് എല്ലാം കടം കൊണ്ടത്. കർഷക സമൂഹത്തോട് നമ്മുടെ സംസ്കാരം
എന്നേക്കുമായി കടപ്പെട്ടിരിക്കുന്നു. ഇളവില്ലാ വേല ചെയ്ത് തളരുന്ന നേരമാണ്, ഇതുവഴി പോരുമോ നീ തെന്നലേ എന്ന് കർഷകൻ പാടുന്നതായിട്ട് ONV എഴുതിയിട്ടുണ്ട്. ഇല്ലിമുള്ളം കാടുകളിൽ ലല്ലല്ലം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർ കാവുകളിൽ വല്ലികളിലൂയലാടും തെന്നലേ തെന്നലേ. ഇങ്ങനെ പാടാൻ തുടങ്ങിയാൽ ഈ പ്രസംഗം അവസാനിക്കുകയില്ല. ഞാനിത് പറഞ്ഞത് കർഷകരാണ് സംസ്കാരത്തിൻ്റെ അവകാശികൾ. കർഷകരാണ് നാടിനെ ലോകത്തെ തീറ്റിപ്പോറ്റുന്നത്. പാടത്തു പോയി പാംസുല പാദചാരി കൃഷീവലൻ വേല തുടങ്ങി നൂനം, സോത്സാഹമായി കാലികളെ തെളിക്കും അവൻ്റെ താരസ്വരമുണ്ട് കേൾപ്പു. കുറ്റിപ്പുറത്ത് കേശവൻ നായർ എത്രയോ വർഷം മുമ്പ് എഴുതിയ കവിതയാണ്. അപ്പം ആ കർഷകർ സംഘടിക്കുകയും വിശേഷിച്ചും മറുനാടൻ കർഷകരുടെ അസംഘടിത മേഖലയിൽ UFPA എന്ന യുണൈറ്റഡ് ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നൊരു വലിയ കർഷക കൂട്ടായ്മ രൂപപ്പെടുകയും സ്വന്തം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രൊഡ്യൂസർ ഗ്രൂപ്പായിട്ട് അവർ മാറുകയും ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്ന ഒരു വലിയ സംഘടിത മഹാശക്തിയായി UFPA മാറുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ എന്നെപ്പോലൊരാൾക്ക് ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും ഇത്തിരി നേരം കർഷകൻ്റെ സംസ്കാരത്തെക്കുറിച്ച്, ഒരുപക്ഷെ ഇങ്ങനത്തെ പ്രസംഗങ്ങളൊന്നും കേട്ട് ശീലമുള്ള ആളുകളല്ല നിങ്ങൾ. വിശേഷം പ്രസംഗിച്ച ശീലമില്ല കർഷകന് പണിയെടുത്ത ശീലമേ ഉള്ളൂ. ഞങ്ങൾ പണിയെടുക്കാത്ത ആളുകളാണ്, ഞങ്ങളുടെ പണി പ്രസംഗമാണ്. എങ്കിലും ഈ പ്രസംഗത്തിലൂടെ നിങ്ങളുടെ ഈ സംഘടന ശക്തിപ്പെടാനുള്ള ഒരു ആവേശം പകർന്നു നൽകാൻ എനിക്ക് സാധിച്ചിരിക്കുന്നു എന്ന് ഞാൻ വെറുതെ വ്യാമോഹിക്കുന്നു. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആശിക്കുന്നു. അടുത്തൊരു 10 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ സമ്മേളനം നടക്കുമ്പോൾ വീണ്ടും നിങ്ങളെന്നെ വിളിക്കണം. അന്ന് വരെ ജീവിക്കാൻ എനിക്കും ആരോഗ്യം ആയുസ്സും ഉണ്ടാവട്ടെ എന്ന് സ്വയം ആശംസിക്കുന്നു. നിങ്ങൾ കൂടുതൽ കരുത്താർജിച്ച് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ചൂഷണം കൂടാത്ത ലാഭമുണ്ടാക്കാനുള്ള, പരസ്പരം കൈത്താങ്ങായി നിൽക്കാനുള്ള, പരസ്പരം ചാരിറ്റബിൾ പരോപകാര ജീവകാരുണ്യ ബന്ധം കൊണ്ട് സ്നേഹിച്ച്